രൗദ്രതാണ്ഡവം അവസാന ഭാഗം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. അവന്റെ ആ പറച്ചിൽ കേട്ടാൽ തന്നെ അറിയാമായിരുന്നു ഇനി താൻ അറിയാൻ പോകുന്ന സത്യം ചെറുതൊന്നുമല്ല എന്ന്. അവര് പിന്നെയും ഭർത്താവിന്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ ചെയ്ത സകലതും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. ഇനിയാണെങ്കിലും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കാൻ എനിക്ക് കഴിയും. അതിപ്പോൾ ഈ പറയുന്ന കുറുപ്പിന്റെ മരണമാണെങ്കിൽ പോലും. പക്ഷെ അതിന്റെ കാരണം അതെനിക്കറിയണം. അവരത്രയും ദേഷ്യത്തിൽ ചോദിച്ചതും അയാൾ മിണ്ടിയില്ല. എടോ, തലയ്ക്ക് മൂത്തവരെ കൈവെക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് താൻ എന്നെ കൊണ്ട് തെറ്റിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയടോ, എന്തായിരുന്നു കാര്യം? വംശി പറയാൻ ബുദ്ധിമുട്ടുന്ന കാര്യം അതെന്താണെന്നറിയാൻ വേണ്ടി അഗ്നി പാഞ്ഞെന്ന് ആ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാളെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. ഇത്തവണ അഗ്നി അയാളെ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും ദേവമ്മ നോക്കി നിന്നതേ ഉള്ളൂ. അത് അത് ഞാൻ പറയാം. ഇനിയും അവന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ വയ്യെന്ന പോലെ അയാൾ നിലത്തേക്ക് ഇരുന്ന് കൈകൂപ്പി. എങ്കി പറയടോ. അത് അത് പിന്നെ നിന്ന് താളം ചവിട്ടാതെ പറയടോ. പാർത്ഥന്റെ ശബ്ദവും അയാൾക്ക് നേരെ ഉയർന്നു. അത് പിന്നെ ഇവള് ആ പെണ്ണിനെ തീർക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയാണ് അവരോട് പറഞ്ഞത്. അപ്പൊ പിന്നെ അവളുടെ കാര്യം എന്നോട് വന്ന് വിലപേശിയാൽ അതിലും കൂടുതൽ കൊടുക്കും എന്ന് കരുതിയിട്ടാകും അവളുടെ രണ്ടാനച്ഛനും മകനും എന്നെ കാണാൻ വന്നത്. ആ സമയം ഞാൻ കാശ് കൊടുക്കാം എന്ന് തന്നെ സമ്മതിച്ചു. തിരിച്ച് ആകെ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അവരുടെ പ്രവൃത്തി എന്റെ കൺമുന്നിൽ വെച്ചാകണമെന്ന്. കൊടുക്കാമെന്ന് പറഞ്ഞ് 20 ലക്ഷത്തിന്റെ പുറത്ത് അവര് ഞാൻ പറയുന്ന എന്തും ആ സമയത്ത് കേൾക്കുമായിരുന്നു. അങ്ങനെ ആ സംഭവം നടക്കുന്ന സമയത്ത് അവര് പെണ്ണിനെ കാണാൻ വേണ്ടി അവിടേക്ക് പോകും, അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ആ നേരം എന്നെ വിളിക്കാമെന്നാണ് സമ്മതിച്ചിരുന്നത്. അതിനു മുന്നേ പെണ്ണിനെ വേണമെന്നൊരാഗ്രഹം കൂടി അവർക്കുണ്ടെന്ന് നേരത്തെ അവരെന്നോട് സൂചിപ്പിച്ചിരുന്നു. ഞാൻ അതിനും മറുത്തൊന്നും പറയാൻ നിന്നില്ല. അങ്ങനെ അവർ പെണ്ണിന് നേരെ ചെല്ലുമ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. എന്നിട്ട് അയാൾ പാതിയിൽ നിർത്തത് അഗ്നി പൂർത്തിയാക്കാൻ വേണ്ടി ചോദിച്ചു. അവക്കടെ രണ്ടാനച്ഛൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും പെണ്ണ് ഭയന്ന് ബോധം കെട്ട് വീണിരുന്നു. ഞാൻ ചെല്ലുന്ന നേരത്ത് ബോധം കെട്ട് മുറിയിൽ കിടക്കുന്ന പെണ്ണിനെ പ്രാപിക്കാൻ തുടങ്ങുകയായിരുന്നു സുധാകരൻ. ഒരു റൗണ്ട് മിനിങ്ങേട്ടാകാം ആ പരിപാടി എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു കുപ്പി നൽകി സൽക്കരിച്ചു. അതിൽ അല്പം വീര്യം കൂടിയ ഒരു സാധനം ചേർത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ 3-4 പെഗ്ഗിൽ അവർ രണ്ടുപേരും ഓഫായി. അതും പറഞ്ഞയാൾ നിർത്തി. ബാക്കി പറയ്. ദേവമ്മ അയാൾക്ക് മുന്നിലേക്ക് നിന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പറയടോ. അയാൾ പിന്നെയും വിക്കിയതും അടുത്ത അടി വീണത് പാർത്ഥന്റെ വകയായിരുന്നു. അത് ഞാൻ ആ പെണ്ണിനെ അവളുടെ ആ കിടപ്പ് കണ്ടപ്പോ ഞാൻ ആ പെണ്ണിനെ ബാക്കി പറയാൻ അയാൾ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോഴേ എല്ലാവർക്കും കാര്യം മനസ്സിലായി. അയാൾക്ക് പെണ്ണുങ്ങളോട് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അവരറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേട്ട കാര്യത്തിന്റെ ഷോക്കിൽ അവർ തകർന്നുപോയി. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പാർത്ഥനും അഗ്നിയും. വംശി പറയുമ്പോൾ പലതും മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഒരിക്കലും അയാളാകും ധാത്രിയെ അങ്ങനെ ചെയ്തതെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞ്? അഗ്നിയും പാർത്ഥനും ഒരുപോലെ ഞെട്ടി വംശിയെ നോക്കി. അവിടെ കയ്യിൽ മുഖം പൊത്തി അവൻ കുനിഞ്ഞു തന്നെ ഇരിക്കുകയാണ്. വംശി! അഗ്നി വിളിച്ചതും വംശി കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. വാതിലെത്തി പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവൻ ദേവമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ഈ കാര്യം കുറുപ്പേട്ടൻ അറിയാമായിരുന്നു. നിങ്ങളുടെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ അത് നിങ്ങളെ അറിയിക്കാൻ വരുന്ന വഴിക്കാണ് ഇയാൾ ആ പാവം കുറുപ്പേട്ടനെ. അവനൊന്ന് നെടുവീർപ്പെട്ടു. ഇനി ആ കിടക്കുന്ന ആളെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ദേവമ്മയെ നന്നായി അറിയുന്നവൻ അങ്ങനെ പറഞ്ഞതും അവന്റെ പിന്നാലെ തന്നെ അഗ്നിയും പാഞ്ഞു. വണ്ടിയിൽ കയറി ഏറെ നേരമായി യാത്ര കഴിഞ്ഞിട്ടും ആരും പരസ്പരം മിണ്ടിയില്ല. പക്ഷെ ഇനിയും മിണ്ടാതിരുന്നാൽ നിശബ്ദത തങ്ങളെ വിഴുങ്ങിക്കളയും എന്നൊരു തോന്നൽ വന്നപ്പോൾ അഗ്നി വംശിയെ വിളിച്ചു. എടാ, നീ ഇതൊക്കെ? അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് തിരക്കി പോയതാടാ. കയ്യിൽ കിട്ടിയത് അവളുടെ ആ തള്ളയും. ഒന്ന് വിരട്ടിയതും കാര്യങ്ങൾ തത്തും പറയപോലെ അവരെന്നോട് പറഞ്ഞു. അതുവരെ അവളുടെ രണ്ടാനച്ഛനെയും മകനെയും പ്രതിസ്ഥാനത്ത് കണ്ടുകൊണ്ടിരുന്ന എനിക്ക് സ്വന്തം അച്ഛനെ പറ്റി അങ്ങനെ കേട്ടതും ഭൂമി നേരെ പിളരുന്ന പോലെയാണടാ തോന്നിയത്. വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു നിർത്തുമ്പോൾ അഗ്നി അവന്റെ പിന്നിലൊന്ന് തട്ടി. എന്നിട്ടും ആ തള്ളയെ പൂർണ്ണമായും വിശ്വസിക്കാതെ ഞാൻ ജെയിംസ് വഴി പിന്നെയും അന്വേഷണം നടത്തി. അപ്പോ അത് സത്യമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വേദന. സ്വന്തം അച്ഛന്റെ കുഞ്ഞു തന്നെയാണ് പ്രണയിച്ചവളുടെ വയറ്റിൽ നിന്നറിയുമ്പോൾ ആദ്യമായി വംശി പൂർണ്ണമായി തകർന്ന പോലെ മുഖം പൊത്തിക്കരഞ്ഞു. വംശി, എടാ,
ഇതിൽ ദൈവം എനിക്ക് ആകെ തന്ന സമാധാനം അവൾക്കിതൊന്നും ഓർമ്മയില്ല എന്ന് മാത്രമായിരുന്നു. ഒന്നും ഓക്കെ ആയതും അവൻ പിന്നെയും പറഞ്ഞു തുടങ്ങി. പിന്നെയും ഞാൻ 1 വർഷം കാത്തിരുന്നു. ഓരോ നിമിഷവും ഭയന്ന് തന്നെയാണ് എന്റെ ആ കാത്തിരിപ്പുണ്ടായിരുന്നത്. പക്ഷേ ചികിത്സയുടെ അവസാന പടവിലും അവൾ ഇതൊന്നും ഓർക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ എന്റെ പ്രതികാരവുമായി പിന്നെയും ഇറങ്ങിയത്. കാരണം എന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് അവൾ ഇത് വല്ലതും അറിഞ്ഞാൽ, അറിയാമല്ലോ നിങ്ങൾക്ക് സിദ്ധിയെ, സ്വന്തം രണ്ടാനച്ഛനായി തന്നെ നശിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പോലും എന്നെ വേണ്ടെന്ന് വെച്ചവളാണ്. ആ അവക്ക് വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ അച്ഛനാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. വംശി ഇക്കണ്ട കാലയളവിൽ കടന്നുപോയ അവസ്ഥ ആലോചിക്കുമ്പോൾ പാർത്ഥനും അഗ്നിക്കും എന്തു പറയണമെന്നറിയില്ലായിരുന്നു. എടാ, ഇനിയിപ്പോ അയാളുടെ കാര്യം, നീ നീ അയാളെ വെറുതെ വിട്ടതാണോ? അഗ്നി പല്ല് ഞെരിച്ചു. ഭർത്താവ് എന്ത് ചെയ്താലും അതെല്ലാം അംഗീകരിക്കുന്ന ഒരു ഭാര്യയാണ് ദേവമ്മ. അതറിയുന്നത് കൊണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം. ഹും, അത് നിങ്ങൾക്ക് ആ സ്ത്രീയെ ശരിക്കറിയാത്തത് കൊണ്ടാണ്. അയാൾ എന്ത് തോന്നിവാസം ചെയ്താലും അവർ സഹിക്കും. അതിപ്പോ ഒരാളെ തീർക്കുന്നതാണെങ്കിൽ പോലും. പക്ഷെ അവരെ മറികടന്ന് അയാൾ ഒരു സ്ത്രീയെ തിരക്കി പോയി എന്നവർ അറിഞ്ഞാൽ, നിങ്ങൾ കണ്ടോളൂ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അല്ലെങ്കിലും പരസ്പരം ശിക്ഷ കൊടുക്കാൻ അവർ തന്നെയാണ് മെച്ചം. അതിൽ അവർക്കുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇനി അയാളുടെ ഊഴമാണ്. മനസ്സിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ട് അവൻ വണ്ടി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അതേസമയം കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് വെച്ച് പിന്നെയും പിന്നെയും അയാളുടെ തലയ്ക്കടിക്കുകയായിരുന്നു ദേവമ്മ. 2 വർഷങ്ങൾക്കിപ്പുറമുള്ളൊരു ദിവസം. ഇന്നാണ് ഉത്തരയും സിദ്ധിയും കൂടി ചേർന്ന് തുടങ്ങിയ പ്രതീക്ഷ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം. ജീവിതത്തിൽ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാനും അവരുടെ ദുരവസ്ഥയെ നേരിടാനും അവരെ പഠിപ്പിക്കാനും പുനരധിവസിപ്പിക്കാനും ഒക്കെയുള്ളൊരു സംഘടന. അതിന് പൂർണ്ണ പിന്തുണയുമായി വംശിയും അഗ്നിയും പാർത്ഥനും ഉണ്ടായിരുന്നു. സമൂഹത്തിലെ പല ഉന്നതരും ആ പരിപാടിയിൽ പങ്കെടുത്തു. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ അരുന്ധതിയാണ് ദീപം തെളിയിച്ചത്. ഒരിക്കൽ സിദ്ധിയെ ഭ്രാന്തിന്റെ വക്കിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അതേ ഡോക്ടർ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് വംശിയെ തേടി ഒരു ഫോൺ കോൾ എത്തുന്നത്. അടുത്തിരിക്കുന്നവളെ ഒന്ന് നോക്കി ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവൻ. ഇത്തിരി നേരം കഴിഞ്ഞിട്ടും അവനെ കാണുന്നില്ലെന്ന് കണ്ടാണ് അഗ്നിയും പാർത്ഥനും ചെല്ലുന്നത്. എന്തടാ, എന്തു പറ്റി? വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന അവന്റെ മുഖം കണ്ട് പാർത്ഥൻ തിരക്കി. അത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാടാ വിളിച്ചത്. ഉം അവര് അവര് സ്വയം. അന്നത്തെ ആ സംഭവം അവർക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ആ ഭ്രാന്തമായ അവസ്ഥയിലാണ് ദേവമ്മ അയാളെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഏകദേശം 1 വർഷത്തോളം പൂർണ്ണമായും ബെഡിൽ പുഴുത്തുവാരി അയാൾ കിടക്കുന്ന ഒരു അവസ്ഥ. അവസാനം ചെയ്ത പാപങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി എന്ന പോലെ ഒരുപാട് വേദന തിന്ന അയാൾ പോയി. അന്ന് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നോക്കി എന്നുള്ള കേസിൽ നിന്ന് അവർക്ക് ഭ്രാന്താണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കോടതി അവരെ നേരിട്ട് ഭ്രാന്താശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ എത്തിയപ്പോൾ മുതൽ അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സും സ്റ്റാഫും കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടവർക്ക് ഇന്നലെ ഭാഗ്യം തുണയായെന്ന് തോന്നുന്നു. കൈ മുറിച്ച് കിടന്നവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഇന്നിപ്പോൾ. എടാ, അപ്പൊ എങ്ങനാ? നിനക്ക് പോകണ്ടേ? ഞാൻ പോകുന്നില്ല. പെട്ടെന്നായിരുന്നു ആ മറുപടി. എടാ, ഇവിടുന്ന് ഞാനിപ്പോ പോയാൽ അവളോട് മറുപടി പറയേണ്ടി വരും. അപ്പോ ഒരുപക്ഷെ ഇത്രയും കാലം ഞാൻ മറച്ചുവെച്ച പലതും അവളോട് പറയേണ്ടി വന്നേക്കും. ജീവിച്ചിരുന്നപ്പോൾ അവർ കാരണം ഞാൻ എന്റെ പെണ്ണിനെ കരയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവരുടെ മരണത്തിനു വേണ്ടി ഞാൻ അവളെ വീണ്ടും പഴയതൊക്കെ ഓർപ്പിക്കുമോ? മുഖം ഒന്ന് തുടച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവരും. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പഴയതൊക്കെ മറവിയിലേക്ക് വിട്ടുകൊടുക്കാൻ പാകത്തിൽ സിദ്ധിയുടെ ജീവിതം ആകെ തിരക്കിലായി. ഇതിനിടയിൽ അഗ്നിയുടെയും ഉത്തരയുടെയും കല്യാണം കഴിഞ്ഞു. പക്ഷെ അപ്പോഴും സിദ്ധിയെ വിട്ടുവരാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റ് ഫ്ളാറ്റിലായി അഗ്നിയും ഉത്തരയും താമസം. അപ്പൊ പിന്നെ വംശിയും അഗ്നിയും ചേർന്ന് അടുത്തൊരു ഫ്ളാറ്റ് പാർത്ഥനും കരുതി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം റൂമിലേക്ക് കയറുന്ന വംശി കാണുന്നത് ഫോണിൽ നോക്കിയിരിക്കുന്നവളെയാണ്. അഗ്നിയും ഉത്തരയും അപ്പനെ കാണണമെന്ന് പറഞ്ഞ് നാട്ടിൽ പോയി. പാർത്ഥൻ ഏതോ ഹിമാലയൻ യാത്രയിലും. അതുകൊണ്ട് തന്നെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായിരുന്നു വംശിക്ക്. അങ്ങനെ ആകെ കുഴഞ്ഞു വരുന്ന നേരത്താണ് ഇവിടെ ഒരുത്തി അവനെ നോക്കാതെ പോലും ഫോണിൽ നോക്കിയിരിക്കുന്നത് കണ്ടത്. ചെക്കന് നിമിഷം കൊണ്ടാണ് ദേഷ്യം വന്നത്. എന്താടി ഇത്രയും നോക്കാൻ പാകത്തിന്? പിന്നിലൂടെ ചെന്ന് പെണ്ണിനെ കെട്ടിപ്പിടിച്ച് തോളിൽ താടിയൂന്നി അവൻ ചോദിച്ചു. അവൾ ഫോൺ അവന് നേരെ തിരിച്ചു. HK അസോസിയേറ്റ്സ് MD ഹരികൃഷ്ണന്റെ കല്യാണം. വലിയ തലക്കെട്ട് വന്ന വാർത്ത അവൻ വായിച്ചു. അങ്ങനെ പലരും കല്യാണം കഴിക്കും. അതൊക്കെ നോക്കാൻ നിന്നോടാരാ പറഞ്ഞത്? പറയുന്നതിനൊപ്പം തന്നെ അവളുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങി അവൻ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. സ്ഥിതി അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന കുശുമ്പിലേക്കും ദേഷ്യത്തിലേക്കും ഒന്നു നോക്കി പുഞ്ചിരിച്ചു. സാറിന്റെ കല്യാണം കണ്ട് വിഷസ് പറയാൻ ടെക്സ്റ്റ് ചെയ്തിരുന്നു.
അപ്പോഴാണ് വംശിയെ നേരിട്ട് കല്യാണം വിളിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ കല്യാണത്തിന് ചെല്ലാതിരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചത്. താൻ അറിയാത്ത കാര്യമായതുകൊണ്ട് തന്നെ മറുപടി പറയാൻ ഒരിത്തിരി നേരം ആലോചിക്കേണ്ടി വന്നു. പിന്നെ പ്രതീക്ഷയുടെ പേരും പറഞ്ഞ് തൽക്കാലം അതിൽ നിന്ന് ഊരിപ്പോന്നു. ഇപ്പോ ചെക്കന്റെ ഈ മുഖം കണ്ടാൽ എന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ തന്നെ കിട്ടും. അന്ന് രാത്രി ഊണ് കഴിഞ്ഞ് അവന്റെ നെഞ്ചിൽ താടി കുത്തി കിടക്കുമ്പോൾ പെണ്ണ് ഇടയ്ക്കിടെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അതെ, നീ ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് കരുതരുത് കേട്ടോ. പറയുന്നതിനൊപ്പം തന്നെ അവൻ അവളെ തനിക്കടിയിലാക്കി. ഒരിക്കൽ നിന്നോട് പ്രേമമാണെന്ന് പറഞ്ഞവന്റെ കല്യാണത്തിന് നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ദേഷ്യം മാറാനെന്ന പോലെ അവൻ അവളുടെ കഴുത്തിൽ അമർത്തിക്കടിച്ചു. നോവിക്കല്ലേ വിച്ചേട്ടാ, നോവിക്കും. അവൻ വാശിയോടെ പിന്നെയും അവളുടെ ശരീരത്തിൽ അലയാൻ തുടങ്ങിയതും പെണ്ണ് ചെക്കന്റെ മുഖം പിടിച്ച് തനിക്ക് നേരെയാക്കി. അതെ, എന്നെ ഇനി അങ്ങനൊന്നും നോവിക്കാൻ പറ്റില്ല. എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. ഓ, നിന്റെ ആങ്ങളമാരായിരിക്കും. ഇങ്ങോട്ട് വരട്ടെ നിനക്ക് വേണ്ടി ചോദിക്കാൻ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൻ പിന്നെയും അവളിലേക്ക് ചെന്നതും പെണ്ണ് ഇത്തവണ അല്പം ബലത്തിൽ തന്നെ അവനെ പിടിച്ചു തള്ളി അവനിൽ നിന്ന് മാറിക്കിടന്നു. എന്താടി നിനക്ക്? പെണ്ണ് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിക്കും, എങ്കിൽ നീ അതിനെ അനുഭവിക്കുകയും ചെയ്യും. അവൻ വീണ്ടും വാശിയോടെ അവളുടെ ദേഹത്തേക്ക് വന്നതും പെണ്ണ് പറയുന്ന കേട്ട് ചെക്കൻ ഞെട്ടിപ്പോയി. കണ്ടോ പൊന്നെ, അച്ഛൻ അമ്മയെ നോവിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കില്ല. എന്റെ കുഞ്ഞു വന്നിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ അച്ഛനെ മര്യാദ പഠിപ്പിക്കാൻ. വന്നിരിക്കുന്നു ഒരു വാശിക്കാരൻ. പെണ്ണ് എങ്ങും തൊടാതെ പറഞ്ഞതും വംശി ചാടി എഴുന്നേറ്റ് പെണ്ണിനെ പിടിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തി. എന്താടി, എന്താ നീ പറഞ്ഞേ? അവൻ കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവന്റെ കൈയെടുത്ത് വയറ്റിലേക്ക് വെച്ചു. ഇവിടെ ഇവിടെ ഒരാളുണ്ട്, ഈ വാശിക്കാരനെ അച്ഛൻ എന്ന് വിളിക്കാൻ. പെണ്ണങ്ങനെ പറഞ്ഞതും വംശി അവളെ എല്ല് നുറുങ്ങും പോലെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ്, താങ്ക്സ് ഡി. അവർ ഒരുപോലെ കരയുകയായിരുന്നു. ഇതേ സമയം പാഞ്ഞുപോയ തന്റെ ബുള്ളറ്റിന് മുന്നിൽ വന്നു ചാടി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നു പാർത്ഥൻ. അപ്പോ ഇനി ഒരു കാത്തിരിപ്പില്ല. വംശിയും സിദ്ധിയും അവരുടെ കുട്ടിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. അഗ്നിയും ഉത്തരയും അടിച്ചും പിടിച്ചും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. പിന്നെ പാർത്ഥൻ, അവന്റെ ജീവിതത്തിലേക്ക് പുതുതായി വന്നു കയറിയ അതിഥി എന്താകുമെന്ന് അവൻ നോക്കും. അപ്പോ എല്ലാ കൂട്ടുകാരും വായിച്ചിട്ട് അഭിപ്രായം പറയണം. ഈ പാർട്ടിലെങ്കിലും ഇതുവരെ അഭിപ്രായം പറയാതെ പോയവരെല്ലാം ഒന്ന് വന്ന് എത്തി നോക്കി മറുപടി തന്നിട്ട് വേണേ പോകാൻ. അപ്പോൾ ഇതുവരെ എൻ്റെ കഥയ്ക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി. മുന്നോട്ടുള്ള കഥയ്ക്കും ഇതേ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദു അച്ചു കൃഷ്ണ.